തിരഞ്ഞെടുപ്പ് ഫലം വന്ന നാൾ മുതലേ ബി.ജെ.പിയുടെ അവസ്ഥ പരിതാപകരമാണ്. വീമ്പു പറഞ്ഞ സീറ്റ് പോലും ബി.ജെ.പിക്ക് കിട്ടിയില്ല. ഇതോടെ ഒറ്റയ്ക്ക് ഭരിക്കാമെന്ന ബി.ജെ.പിയുടെ മോഹം അങ്ങ് പൊലിഞ്ഞു. ഭരണത്തിലേറി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നീറ്റ് വിവാദം കത്തിപ്പടർന്നു. ഇതിനെതിരെ കോൺഗ്രസ് മോദിക്കെതിരെ തുറന്നടിച്ച് രംഗത്തു വരികയും ചെയ്തിരുന്നു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പ്രശ്നങ്ങൾക്ക് പിന്നാലെ UGC നെറ്റ് പരീക്ഷയും റദ്ദാക്കിയ പശ്ചാത്തലത്തിൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി വീണ്ടും എത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. മൂന്നാം മോദി സർക്കാരിനെ പേപ്പർ ലീക്ക് സർക്കാർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ വിമർശനം. നീറ്റ് പരീക്ഷ പേ ചർച്ച സംഘടിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറാകുമോ എന്നാണ് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചത്. നേതാവിന്റെ പരിഹാസം ഇങ്ങനെയായിരുന്നു: നരേന്ദ്രമോദിജി, നിങ്ങൾ പരീക്ഷയെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഇനി എപ്പോഴാണ് നിങ്ങൾ നീറ്റ് പരീക്ഷ പേ ചർച്ച സംഘടിപ്പിക്കുക? UGC നെറ്റ് പരീക്ഷ റദ്ദാക്കിയത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ നിശ്ചയദാർഢ്യത്തിന്റെ വിജയമാണ്. യുവജനങ്ങളുടെ ഭാവി പ്രതിസന്ധിയിലാക്കിയ മോദി സർക്കാരിന്റെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടിയാണിതെന്നും ഖാർഗെ തുറന്നടിക്കുന്നുണ്ട്. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആദ്യം നിഷേധിച്ചിരുന്നു. എന്നാൽ പിന്നീട് വിഷയത്തിൽ ബീഹാർ, ഗുജറാത്ത്, ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മാഫിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ അറസ്റ്റ് ചെയ്തുവെന്നാണ് ഖാർഗെ പറഞ്ഞത്. എപ്പോഴാണ് നീറ്റ് പരീക്ഷ റദ്ദ് ചെയ്യുന്നത് എന്ന് ചോദിച്ച ഖാർഗെ, പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട് ഇനിയൊരു പ്രശ്നം ഇല്ലാതിരിക്കാനുള്ള ഉത്തരവാദിത്വം പ്രധാനമന്ത്രി ഏറ്റെടുക്കുമോ എന്നും ചോദിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം നടന്ന UGC നെറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയെ തുടർന്ന് പിറ്റേ ദിവസം അത് റദ്ദു ചെയ്തിരുന്നു. നീറ്റ് പരീക്ഷയുടെ പേപ്പർ ആദ്യം ചോരുന്നു. ഇപ്പോൾ UGC നെറ്റ് പേപ്പറും. മോദി സർക്കാർ പേപ്പർ ചോർച്ച സർക്കാരായി മാറിയെന്നാണ് കോൺഗ്രസ് ഔദ്യോഗിക X പ്ലാറ്റ്ഫോമിൽ കുറിച്ചത്. വിദ്യാഭ്യാസ സംവിധാനം RSS BJP കൈയടക്കിയിരിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധിയും ആരോപിച്ചു. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാജ്യത്തെ ആരും ഭയപ്പെടുന്നില്ല. നേരത്തെ 56 ഇഞ്ച് നെഞ്ചളവായിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്പർ പറയാൻ സാധിക്കില്ലെങ്കിലും 30-32 ചുരുങ്ങിയെന്നാണ് രാഹുൽ പരിഹസിച്ചത്. നേരത്തെ ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ ഭയം അങ്ങു മാറി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, വാരണാസിയിൽ നിന്ന് അദ്ദേഹത്തിന് ചെരുപ്പ് കൊണ്ട് അടിയേറ്റിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നുവെങ്കിൽ അടിക്കാൻ പേടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഭയം മാറിയിരിക്കുന്നു. അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നു. മോദി എന്ന പൊതുധാരണയെ പ്രതിപക്ഷം ഇല്ലാതാക്കിയിരിക്കുന്നു. മോദി എന്ന ധാരണ കഴിഞ്ഞു. ഇപ്പോൾ ശക്തമായ ഒരു പ്രതിപക്ഷമാണുള്ളത്. ഇതാണ് ശരിക്കുള്ള സമയം. വലിയ സമ്മർദ്ദമാണ് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നത്. വിവിധ കാരണങ്ങളാലാണ് ഈ സമ്മർദ്ദം വിദ്യാർത്ഥികൾ അനുഭവിക്കേണ്ടി വരുന്നത്. വൻതോതിലുള്ള തൊഴിലില്ലായ്മയാണ് രാജ്യത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഇക്കാര്യം അറിയാം. തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാൻ മോദി സർക്കാരിന് സാധിക്കില്ലെന്ന് യുവജനങ്ങൾ മനസ്സിലാക്കുന്നു. അതാണ് തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതെന്ന് രാഹുൽ തുറന്നടിച്ചു. അതേസമയം നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ മന്ത്രി ഏറ്റെടുക്കുമോ എന്നാണ് AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി X പ്ലാറ്റ്ഫോമിലൂടെ ചോദിച്ചത്. യുവജനങ്ങൾക്ക് ജോലി നൽകാൻ മോദി സർക്കാരിന് സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരു പരീക്ഷ നടത്താനും സാധിക്കാത്ത രീതിയിലായിരിക്കുന്നുവെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവും രാജ്യസഭാ MP-യുമായ ജൌഹർ സിർക്കാർ Xൽ കുറിച്ചു. അതേസമയം നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം കത്തുകയാണ്. പ്രതിഷേധത്തിൽ ദില്ലിയിലും ലക്നൌവിലും സംഘർഷം ഉടലെടുത്തു കഴിഞ്ഞു. ഡൽഹിയിൽ പാർലമെന്റിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ വൻ സംഘർഷമാണുണ്ടായത്. പോലീസും പ്രവർത്തകരും നേർക്കുനേർ ഏറ്റുമുട്ടുകയായിരുന്നു. നിരവധി പേർക്കാണ് പരിക്കേറ്റത്. പട്നയിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നു. പാർലമെന്റ് വളയൽ സമരത്തിന്റെ ഭാഗമായി പോലീസും പ്രവർത്തകരും തമ്മിലാണ് ഡൽഹിയിൽ ഉന്തും തള്ളുമുണ്ടായത്. കേന്ദ്ര സർക്കാരിനെതിരെ മുദ്രാവാക്യം മുഴക്കി പാർലമെന്റിലേക്ക് നടത്തിയ കോൺഗ്രസ് മാർച്ച് ഡൽഹി പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷം ഉടലെടുത്തത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചു. ഇതേ തുടർന്ന് ഉന്തും തള്ളുമുണ്ടായി. അതേസമയം നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ ബീഹാറിലെ 4 വിദ്യാർത്ഥികളുടെ പരീക്ഷകളുടെ സ്കോർ കാർഡ് NDTV പുറത്തുവിട്ടിട്ടുണ്ട്. 2 പേരുടെ സ്കോർ കാർഡിൽ വൻ വ്യത്യാസങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്തു വരികയാണ്.